നമസ്കാരം. 2026 അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് ആഗോള കായിക മാമാങ്കം എന്ന നിലയിൽ ലോകം കാത്തിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും വൻ ശക്തിയായിട്ടുള്ള അമേരിക്ക നയതന്ത്രപരമായി ഒറ്റപ്പെടുകയാണ് എന്ന സൂചനകൾ നൽകിക്കൊണ്ട് യൂറോപ്പിൽ നിന്നുയരുന്ന ബഹിഷ്കരണ ശബ്ദങ്ങൾ ഗൗരവകരമായ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുന്നു. അതായത് ഫുട്ബോളിന്റെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തേണ്ട ഈ ഒരു സമയത്ത് ജർമ്മനി ഉൾപ്പെടെയുള്ള പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെ കായിക സംഘടനകൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ പ്രതിഷേധം കേവലം കായികപരമായ കാരണങ്ങളാലല്ല, മറിച്ച് അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഭൗമ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഗ്രീൻലൻഡിന് മേലുള്ള അമേരിക്കയുടെ പുതിയ അധീശത്വ നയങ്ങളും കർക്കശമായ കുടിയേറ്റ നിയന്ത്രണങ്ങളുമാണ് ഈ വിള്ളലിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചരിത്രപരമായി ഗ്രീൻലാൻഡുമായി വൈകാരികവും രാഷ്ട്രീയപരവുമായ ബന്ധം പുലർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ വിപുലീകരണ താല്പര്യങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയായിട്ടാണ് നോക്കിക്കാണുന്നത്. പ്രകൃതി വിഭവങ്ങൾക്കും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനത്തിനും വേണ്ടി അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദം ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകളെ ഈ കടുത്ത നിലപാടിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അമേരിക്ക നടപ്പിലാക്കുന്ന വിവേചനപരമായ കുടിയേറ്റ നിയന്ത്രണങ്ങൾ കായിക ലോകത്തെ ഐക്യം എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണെന്ന വിലയിരുത്തലുമുണ്ട്. ലോകകപ്പ് പോലൊരു വേദിയിലേക്ക് എത്തുന്ന വിവിധ രാജ്യങ്ങളിലെ താരങ്ങൾക്കും കാണികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കായിക മാന്യതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് യൂറോപ്യൻ കായിക നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാലത്ത് ലോകത്തിന്റെ നായക സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര സൗഹൃദങ്ങളെ അവഗണിക്കുന്നത് അവരെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുകയാണ്. കായിക രംഗത്തെ ഈ ബഹിഷ്കരണ ചർച്ചകൾ വാസ്തവത്തിൽ അമേരിക്കയുടെ വിദേശ നയങ്ങൾക്കെതിരെയുള്ള ലോകത്തിന്റെ താക്കീത് കൂടിയാണ് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. ഫുട്ബോൾ ഒരു വികാരം എന്നതിലുപരി വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറുന്ന കാഴ്ചയാണിവിടെ. ജർമ്മനിയിലെ പ്രധാന ക്ലബ്ബുകളും അതുപോലെ തന്നെ ആരാധക കൂട്ടായ്മകളും ഇതിനോടകം തന്നെ തങ്ങളുടെ പ്രതിഷേധം പരസ്യമാക്കി രംഗത്ത് വന്നു. ലോകകപ്പ് ബഹിഷ്കരിക്കുക എന്ന നിലപാടുകളിലേക്ക് പ്രമുഖ ടീമുകൾ എത്തിയാൽ അത് ഫിഫയ്ക്കും ആതിഥേയ രാജ്യമായിട്ടുള്ള അമേരിക്കയ്ക്കും സാമ്പത്തികമായും അതുപോലെ തന്നെ ധാർമ്മികമായും വലിയ തിരിച്ചടി തന്നെയാണ്. ആഗോള സഹകരണം ഉറപ്പാക്കേണ്ട വേദിയിൽ ഒറ്റപ്പെട്ട നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന അമേരിക്കയ്ക്ക് ഈ ലോകകപ്പ് കാലം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്ന കാര്യവും ഉറപ്പ് തന്നെ. 2026 ഫിഫ ലോകകപ്പിന് മുന്നോടിയായി അമേരിക്ക നേരിടുന്ന നയതന്ത്ര പ്രതിസന്ധിയായി കേവലം സ്പോർട്സ് പേജുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുന്ന വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബഹിഷ്കരണ ചർച്ചകൾ യൂറോപ്പിൽ പടരുന്നത് തടയാൻ വൈറ്റ് ഹൌസും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും അടിയന്തരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ ഗ്രീൻലാൻഡ് നയങ്ങളിലുള്ള കടുത്ത വിയോജിപ്പ് സഖ്യകക്ഷികൾക്കിടയിൽ ആഴത്തിലുള്ള വിള്ളലാണ് വീഴ്ത്തിയിട്ടുള്ളത്. ഒരു വശത്ത് ചൈനയെയും റഷ്യയെയും പോലുള്ള ശക്തികളെ പ്രതിരോധിക്കാൻ യൂറോപ്പിന്റെ പിന്തുണ തേടുമ്പോൾ തന്നെ മറുവശത്ത് യൂറോപ്യൻ താല്പര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ ആർട്ടിക് മേഖലയിൽ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ ഇരട്ടത്താപ്പാണെന്ന വികാരം ശക്തവുമാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോകകപ്പ് ബഹിഷ്കരിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സോഫ്റ്റ് പവർ ഇല്ലാതാക്കുമെന്നും അവർ ലോകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന സന്ദേശം നൽകുമെന്നും അമേരിക്കൻ നയതന്ത്രജ്ഞർ ഭയപ്പെടുന്നുമുണ്ട്. ഫുട്ബോൾ ലോകത്തെ പരമാധികാര സംഘടനയായ ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഒരു പേടി സ്വപ്നം തന്നെയാണ് കേട്ടോ. ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ് തുടങ്ങിയ വമ്പൻ ടീമുകൾ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ലോകകപ്പിന്റെ നിലവാരത്തെയും അതുപോലെ തന്നെ ആവേശത്തെയും തകർത്ത് കളയും. ടെലിവിഷൻ സംപ്രേഷണ അവകാശത്തിലൂടെയും ടിക്കറ്റ് വിൽപ്പനയിലൂടെയും ലഭിക്കേണ്ട കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ഇല്ലാതാകുമെന്ന് മാത്രവുമല്ല, ഫിഫയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായി 2026 ലോകകപ്പ് മാറുകയും ചെയ്തേക്കാം. കാരണം അമേരിക്ക കാരണം. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളും അസോസിയേഷനുകളും സ്പോൺസർമാരും കൈകോർത്ത് നീങ്ങിയാൽ ഫിഫയ്ക്ക് അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയല്ലാതെ മറ്റു വഴികൾ ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരും. കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തണമെന്നും വിസ നടപടികൾ ലഘൂകരിക്കണമെന്നും ഫിഫ ഇതിനോടകം തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ വമ്പന്മാരായിട്ടുള്ള അദിദാസ്, കൊക്കക്കോള തുടങ്ങിയ ബ്രാൻഡുകൾക്കും ഈ ബഹിഷ്കരണ ഭീഷണി വലിയ തിരിച്ചടി തന്നെയാണ്. അതായത് യൂറോപ്പിലെ കായിക പ്രേമികൾക്കിടയിൽ വളരുന്ന അമേരിക്കൻ വിരുദ്ധ വികാരം തങ്ങളുടെ ബിസിനസിനെ ബാധിക്കുമെന്നും ഈ കമ്പനികൾ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയ്ക്കുള്ളിലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നത് ഭരണകൂടത്തിന് വലിയ ആഭ്യന്തര സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട്. ഗ്രീൻലൻഡിലെ വിഭവങ്ങൾക്കായുള്ള മത്സരവും കുടിയേറ്റക്കാരോടുള്ള കർക്കശ നിലപാടും തിരുത്തിയിട്ടില്ല എങ്കിൽ ലോകകപ്പ് വേദികൾ വിജനമാകുമെന്ന ഭീഷണി അമേരിക്കയെ തങ്ങളുടെ വിദേശ നയം പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കി എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഫുട്ബോൾ എന്ന കായിക വിനോദം ലോകരാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന
ഒരു വലിയ നയതന്ത്ര ആയുധമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2026 ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം കേവലം രാഷ്ട്രീയത്തിനപ്പുറം ആഗോള വിപണിയെയും അതുപോലെ കോർപ്പറേറ്റ് ലോകത്തെയും പിടിച്ചുലയ്ക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതം കൂടി ഈ ബഹിഷ്കരണ ചർച്ചകൾക്ക് പിന്നിലുണ്ട് എന്നത് കൃത്യമായിട്ട് പറയണം. ഫിഫയുടെ ഏറ്റവും വലിയ സ്പോൺസർമാരിൽ ഒരാളായിട്ടുള്ള അഡിഡാസ് പോലുള്ള യൂറോപ്യൻ വമ്പന്മാർ ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണും അല്ലെ. ജർമ്മനി ആസ്ഥാനമായിട്ടുള്ള അഡിഡാസിന് മേൽ സ്വന്തം നാട്ടിലെ കായിക പ്രേമികളിൽ നിന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും വലിയ സമ്മർദ്ദം രൂപപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? അമേരിക്കയുടെ ചെയ്തുകൊണ്ട്. ഇത് അമേരിക്കയുടെ ഗ്രീൻലാൻഡ് നയങ്ങളിലും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലും പ്രതിഷേധിക്കുന്ന യൂറോപ്യൻ ജനത തങ്ങളുടെ ബ്രാൻഡുകൾ ഇത്തരം നയങ്ങൾ പിന്തുടരുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന ടൂർണമെന്റിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. രാഷ്ട്രീയവും ബിസിനസ്സും വേർതിരിക്കാനാവാത്ത വിധം കൂടിച്ചേർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ടൂർണമെന്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ അത് ആഗോള കായിക വിപണിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമായിരിക്കും വരുത്തിവെക്കാൻ പോകുന്നത്. ഇത് കേവലം ഒരു ബ്രാൻഡിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകകപ്പിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ടൂറിസം, അതുപോലെ വിപണനം, സംപ്രേഷണം എന്നീ മേഖലകളിലെല്ലാം വലിയ തകർച്ചയ്ക്ക് കാരണമാകും. അമേരിക്കയുടെ ഉൾത്തളങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ ഈ ചർച്ചകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അമേരിക്കയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മനുഷ്യാവകാശ സംഘടനകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ബഹിഷ്കരണ നീക്കങ്ങളെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അത്രയും. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണവുമായിട്ടുണ്ട്. അതായത് കുടിയേറ്റക്കാരോടുള്ള ഭരണകൂടത്തിന്റെ ക്രൂരമായ സമീപനവും അതുപോലെ അതിർത്തികളിലെ കർക്കശ നിയന്ത്രണങ്ങളും മാറ്റാൻ ഇത്തരം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അത്യാവശ്യമാണെന്നാണ് അവരുടെ പക്ഷം. ലോകകപ്പ് പോലൊരു ആഗോള വേദി ഒരുക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാവുന്ന വിശാല മനസ്കത അമേരിക്ക കാണിക്കണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. സ്വന്തം മണ്ണിലെ സംഘടനകൾ പോലും അന്താരാഷ്ട്ര പ്രതിഷേധത്തിനൊപ്പം ചേരുന്നത് വൈറ്റ് ഹൗസിന് അവഗണിക്കാൻ കഴിയാത്ത സംഭവമാണ്. ഇത് കേവലം പുറത്തു നിന്നുള്ള ഭീഷണിയല്ല, മറിച്ച് അമേരിക്കയുടെ ആഭ്യന്തര നയങ്ങൾക്കെതിരെയുള്ള ലോകത്തിന്റെ ഒരുമിച്ചുള്ള ശബ്ദമായിട്ട് മാറിയിരിക്കുകയാണ്. അന്തിമമായിട്ട് നോക്കുകയാണെങ്കിൽ 2026 ഈ ലോകകപ്പ് അമേരിക്കയ്ക്ക് മുന്നിൽ വെക്കുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒന്നുകിൽ തങ്ങളുടെ കർക്കശമായ രാഷ്ട്രീയ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വരുത്തി ലോകരാഷ്ട്രങ്ങളെ കൂടെ നിർത്തുക എന്നതാണ്, അല്ലെങ്കിൽ ലോകം ഒരുമിക്കുന്ന മൈതാനത്ത് ഒറ്റപ്പെട്ടു പോവുക എന്ന അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്. ഗ്രീൻലാൻഡിന് മേലുള്ള താല്പര്യങ്ങളും കുടിയേറ്റക്കാരോടുള്ള വിവേചനവും തിരുത്താൻ ഈ ആഗോള സമ്മർദ്ദം അമേരിക്കയെ പ്രേരിപ്പിക്കുമോ എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. കായിക മാമാങ്കം എന്നതിലുപരി ലോകക്രമത്തിൽ തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് അമേരിക്ക പുനർചിന്തനം നടത്തേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ലോകത്തിന്റെ പ്രതിഷേധം മൈതാനങ്ങളിൽ നിന്ന് തെരുവുകളിലേക്ക് പടരുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ നയതന്ത്ര വീതികളിൽ തിരുത്തലുകൾ വരുത്താതെ മുന്നോട്ട് പോകാനേ സാധിക്കില്ല. ഒരു പന്ത് ഉരുളുന്നതിനേക്കാൾ വേഗത്തിൽ ലോകത്തിന്റെ രാഷ്ട്രീയ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ ബഹിഷ്കരണ ചർച്ചകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തായാലും 2026 ഫിഫ ലോകകപ്പിന് വിസിൽ മുഴങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കായിക ലോകത്തെ രാഷ്ട്രീയ തർക്കങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് വളരെ ശ്രദ്ധേയമാണല്ലേ. പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ഐക്യത്തിന് വിള്ളൽ വീണുവെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് യൂറോപ്പിൽ നിന്നുള്ള ബഹിഷ്കരണ നീക്കങ്ങളൊക്കെ. കേവലം ഒരു കായിക സംഘടനയുടെ പ്രതിഷേധം എന്നതിലുപരി ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ ചർച്ചകളെ ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കുകയാണ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന കടുംപിടുത്തം യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക താല്പര്യങ്ങളെയും അതുപോലെ തന്നെ ഭൗമരാഷ്ട്രീയ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആർട്ടിക് മേഖലയിലെ വിഭവങ്ങൾ കൈക്കലാക്കാൻ അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്ന് യൂറോപ്യൻ കായിക മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രതിഷേധം ഫുട്ബോൾ മൈതാനങ്ങളിൽ പ്രകടമാകണമെന്ന വാദത്തിന്റെ ജർമ്മനിയിലെ DFB പോലുള്ള കരുത്തുറ്റ അസോസിയേഷനുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ചലനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും, ഈ ബഹിഷ്കരണങ്ങൾ എത്രത്തോളം അമേരിക്കയെ പുനർചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുമെന്നാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. എന്തായാലും ലോകകപ്പ് എല്ലാവരുടെയും ആവേശമാണ്. അത് കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ നടക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെ നയങ്ങൾ മാറ്റിവെച്ചു, അല്ലെങ്കിൽ അമേരിക്ക കുറച്ചുകൂടി ആളുകളെ സ്വാഗതം ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഈ ഒരു ഫിഫ 2026 വേൾഡ് കപ്പ് വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് ആശംസിക്കുകയാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.